Hi, welcome to Renisha CS Edu. മെഷീൻ ഡിപ്പെൻഡന്റ് ലോഡർ വീഡിയോയ്ക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് പ്രോഗ്രാം മെഷീൻ ഡിപ്പെൻഡന്റ് ലോഡർ ഫീച്ചർ എന്നുള്ളതാണ്. ആൻഡ് അൽഗോരിതം ആൻഡ് ഡേറ്റ സ്ട്രക്ചർ ഫോർ എ ലിങ്കിങ് ലോഡർ ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ ഒരു വീഡിയോയ്ക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് പ്രോഗ്രാം റീലൊക്കേഷനെ കുറിച്ചാണ്. നമ്മൾ പ്രീവിയസ് വീഡിയോയ്ക്കകത്ത് പഠിച്ചു അബ്സലൂട്ട് ലോഡേഴ്സിനെ കുറിച്ച്. ഓക്കെ, ആ അബ്സലൂട്ട് ലോഡർ ആണ് ഒരു അബ്സലൂട്ട് ലോഡറാണ് ബൂട്ട്സ്ട്രാപ്പ് ലോഡർ എന്ന് പറയുന്നത്. ടൈപ്പ് ഓഫ് അബ്സലൂട്ട് ലോഡർ ആണ്. അപ്പം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രോഗ്രാം റീലൊക്കേഷനോ ലിങ്കിങ്ങോ ഒന്നും പെർഫോം ചെയ്യുന്നില്ല. പ്രോഗ്രാമറാണ് സ്പെസിഫൈ ചെയ്യുന്നത് ഒരു മെമ്മറിയുടെ എവിടെയാണ് കൊണ്ട് വെക്കേണ്ടത്. ലോഡറിന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത് എവിടെയാണ് ആ പ്രോഗ്രാമിനെ നമ്മൾ കൊണ്ട് വെക്കേണ്ടത് എന്നെല്ലാം സ്പെസിഫൈ ചെയ്യുന്നത് പ്രോഗ്രാമറാണ്. അപ്പോൾ ഇവിടെ ഡിഫിക്കൽട്ടി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെവറൽ പ്രോഗ്രാംസ് കൺകറൻ്റ് ആയിട്ട് അറ്റ് എ ടൈമിൽ നമുക്ക് വർക്ക് ചെയ്യുമ്പം മെമ്മറി അത് ഷെയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ആ കേസിലൊക്കെ എന്ന് പറഞ്ഞെങ്കിൽ അത് ഡിഫിക്കൽട്ടാണ്. പിന്നെ കൂടാതെ ഒന്നിൽ കൂടുതൽ സബ് ലൈബ്രറി സബ് റൂട്ടീൻസ് വരുന്ന കേസുകളിൽ ആ സബ് റൂട്ടീൻ്റെ അഡ്രസ്സ് വരെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ടത് പ്രോഗ്രാമറാണ്. അപ്പം എനി ചേഞ്ചസ് ഇൻ ദ സബ് റൂട്ടീൻ, ഓക്കെ, ഇപ്പോൾ ഒരു പ്രോഗ്രാമിൻ്റെ സബ് റൂട്ടീൻ്റെ സൈസ് മാറുവാണ്, ചേഞ്ച് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അകത്ത് അത് പ്രോഗ്രാം ഓവർലാപ്പ് ചെയ്ത് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാ കാര്യങ്ങളും പ്രോഗ്രാമർ ഓർത്തിരിക്കണം. അപ്പോൾ ഈ ഒരു കേസ് എന്ന് പറഞ്ഞെങ്കിൽ മോർ കോംപ്ലക്സ് ലോഡേഴ്സിനകത്തൊക്കെ ആ ഒരു അബ്സലൂട്ട് ലോഡർ ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്ന് പറഞ്ഞെങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. ഓക്കെ, അപ്പം അതിനു വേണ്ടി കോംപ്ലക്സ് ലോഡേഴ്സ് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്തേ പറ്റത്തുള്ളൂ? പ്രോഗ്രാം റീലൊക്കേഷൻ, ലിങ്കിങ്ങും നെക്സ്റ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തേ പറ്റത്തുള്ളൂ. പ്രോഗ്രാം റീലൊക്കേഷൻ്റെ അകത്ത് പറയുന്നത് ഇതുണ്ട്, റീലൊക്കേറ്റബിൾ പ്രോഗ്രാം. റീലൊക്കേറ്റബിൾ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് എങ്ങനെ ആയിരിക്കും? കോപ്പി, അത് ഇതെന്താണ് പ്രോഗ്രാമിൻ്റെ നെയിം, പിന്നെ ഒരു സ്റ്റാർട്ട് കാണും, പിന്നെ ഒരു അഡ്രസ്സ് കാണും. ഈ അഡ്രസ്സാണ് സ്പെസിഫൈ ചെയ്യുന്നത് എവിടെയാണ് നമുക്ക് പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, ഉണ്ടോ? അപ്പം ഈ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഗ്രാം ലോഡിംഗ് അഡ്രസ് ഈസ് ഡിറ്റർമൈൻ അറ്റ് ലോഡ് ടൈപ്പ്. ഈ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എവിടെ വെച്ചാണ്? ലോഡ് ടൈമിലാണ്. എവിടെയാണ് മെമ്മറിയിൽ കൊണ്ട് ലോഡ് ചെയ്യേണ്ടത്, എക്സിക്യൂഷന് വേണ്ടി എവിടെയാണ് ലോഡ് ചെയ്യേണ്ടത് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ ഒരു അഡ്രസ്സിലാണ്. ഓക്കെ, അപ്പം ഒരു ഒബ്ജക്റ്റ് പ്രോഗ്രാമിൻ്റെ അകത്ത് എന്ത് കാണണം? അത് എവിടെയാണ് ആ ഒരു റീലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ മോഡിഫിക്കേഷൻ വേണ്ടത് എന്നുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ എവിടെ കാണണം? ആ ഒരു ഒബ്ജക്റ്റ് പ്രോഗ്രാമിൻ്റെ അകത്ത് കാണണം. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റ് പ്രോഗ്രാമിൻ്റെ അകത്ത് എന്ത് ഇൻഫർമേഷൻ ആവശ്യമാണ്? എവിടെയാണ് ആ ഒരു പർട്ടിക്കുലർ ഏത് മെമ്മറി എവിടെയാണ് ആ റീലൊക്കേറ്റ് ചെയ്യുമ്പോഴത്തേനും മോഡിഫിക്കേഷൻ വേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ കാണണം ഒബ്ജക്റ്റ് പ്രോഗ്രാമിൻ്റെ അകത്ത്. അപ്പോൾ ഈ എവിടെയാണ് മോഡിഫിക്കേഷൻ വേണ്ടത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അസംബ്ലർക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ള പാർട്ടിനെ എന്ത് ചെയ്യുക? ലോഡർ മോഡിഫൈ ചെയ്താൽ മതി. ഓക്കെ, അസംബ്ലറിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എവിടെയാണ് ആ മോഡിഫിക്കേഷൻ വേണ്ടത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഐഡൻറ്റിഫൈ ചെയ്യുന്ന കാരണം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ലോഡർക്ക് എന്ത് ചെയ്താൽ മതി? ആ പർട്ടിക്കുലർ ഒബ്ജക്റ്റ് പ്രോഗ്രാമിൻ്റെ അകത്ത് മാത്രം മോഡിഫിക്കേഷൻ ആവശ്യം വരത്തുള്ളൂ. അപ്പം നമുക്ക് ഇൻസ്ട്രക്ഷനകത്താണെങ്കിൽ പലതരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ഉണ്ടെന്നറിയാം. ഓക്കെ, അപ്പം ഇങ്ങനെ ഈ ഒരു ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ്ങോ PC റിലേറ്റീവ് അല്ലെങ്കിൽ ബേസ് റിലേറ്റീവ് അഡ്രസ്സിങ്ങിൻ്റെ അകത്ത് മോഡിഫിക്കേഷൻ്റെ ആവശ്യമില്ല. ഓക്കെ, മോഡിഫിക്കേഷൻ ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ഓക്കെ, ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് അല്ലെങ്കിൽ PC റിലേറ്റീവ് അഡ്രസ്സിങ്ങിൻ്റെ അകത്ത് എന്ത് വരത്തില്ല? ഒരു മോഡിഫിക്കേഷൻ്റെ ആവശ്യം വരത്തില്ല. ഓക്കെ, അപ്പം എവിടെ വെച്ചാണ് ഏത് ഒരു പ്രോഗ്രാമിൻ്റെ
ഒരു ഒബ്ജക്റ്റ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ എവിടെയാണ് നമുക്ക് മോഡിഫിക്കേഷൻ വരുത്തുന്നത് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യുന്നത് നമുക്ക് ഡയറക്റ്റ് അഡ്രസ്സിൻ്റെ അവിടെ വെച്ചിട്ടാണ്. ഓക്കെ, only part of the program that requires ഏത് പാർട്ടിലാണ് നമുക്ക് മോഡിഫിക്കേഷൻ ആവശ്യമായിട്ടുള്ളത് എന്നുള്ളത് മോഡിഫൈഡ് അറ്റ് ലോഡ് ടൈം. ഓക്കെ, മോഡിഫൈ ചെയ്യുന്നത് ലോഡ് ടൈമിൻ്റെ എവിടെ വെച്ചാണ്? ദോ സ്പെസിഫൈഡ് ഡയറക്റ്റ് അഡ്രസ്സിങ് പറയുന്നിടത്താണ്, അല്ലെങ്കിൽ ഇന്ന പർട്ടിക്കുലർ പോർഷനിലേക്ക് നമുക്ക് പോകണം, അല്ലെങ്കിൽ ഇന്ന അഡ്രസ്സിലേക്ക് പോകണം എന്ന് പറയുന്നിടത്താണ് നമുക്ക് ഒരു മോഡിഫിക്കേഷൻ ആവശ്യമായിട്ട് വരുന്നത്. അല്ലാതെ ഇമീഡിയറ്റ് അഡ്രസ്സിങ്ങിനോ പീസ് റിലേറ്റീവിനോ ബേസ് റിലേറ്റീവ് അഡ്രസ്സിനോ എന്ത് വേണ്ടി വരത്തില്ല, ഒരു മോഡിഫിക്കേഷൻ ആവശ്യം വരത്തില്ല. ഒരു ഡയറക്റ്റ് അഡ്രസ്സ് സ്പെസിഫൈ ചെയ്യുന്നിടത്താണ് ലോഡർക്ക് എന്ത് വരുന്നത്, ലോഡ് ടൈം റീലൊക്കേറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മെമ്മറിയുടെ സ്റ്റാർട്ടിങ് അഡ്രസ്സിലാണ് നമ്മൾ ബൂട്ട് സ്ട്രാപ്പ് ലോഡർ നമ്മൾ കൊണ്ടുവെക്കുന്നത്. 0 എന്ന് പറഞ്ഞിട്ടുള്ള അഡ്രസ്സിലാണ് നമ്മൾ കൊണ്ടുവെക്കുന്നത്. OS ഓപ്പറേറ്റിംഗ് സിസ്റ്റം സാധാരണ 80 ആണ് നമ്മൾ കൊണ്ടുവെക്കുക. അത് പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി. അപ്പം ഈ 0 സ്റ്റാർട്ടിങ് അഡ്രസ്സിലൊക്കെ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ആയിരിക്കും സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ പോർഷനിൽ നമുക്ക് ഈ പ്രോഗ്രാമിനെ കൊണ്ട് ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് മെമ്മറിയുടെ വേറെ ഒരു പോർഷനിലേക്ക് നമ്മൾ ഇതിനെ കൊണ്ട് വെക്കേണ്ടതായിട്ട് വരും. അപ്പം അതുകൊണ്ടാണ് പ്രോഗ്രാമിനെ എന്ത് ചെയ്യേണ്ടത്, റീലൊക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് വിത്ത് അഡ്രസ്സിംഗ് മോഡ്, ഫോർമാറ്റ് വേഴ്സസ് റീലൊക്കേറ്റബിൾ ലോഡർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അത് പറയുന്നത് 2 തരത്തിലുള്ള മെഷീൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. SIC/XCM ഉണ്ട്, SICM ഉണ്ട്. അപ്പോൾ SIC/XCക്കകത്ത് റിലേറ്റീവോ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ്ങോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മോഡിഫിക്കേഷൻ ആവശ്യമില്ല. ഓക്കെ, റിലേറ്റീവ് ഓർ ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് ആണെങ്കിൽ അങ്ങനെയുള്ള ഒബ്ജക്റ്റ് കോഡിനെ എന്ത് ചെയ്യേണ്ട, നമുക്ക് മോഡിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല റീലൊക്കേറ്റ് ചെയ്യുന്ന സമയത്ത്. പക്ഷേ എക്സ്റ്റെൻഡഡ് ഫോർമാറ്റിംഗ് ആണെങ്കിൽ നമ്മൾ ആ ഫ്രണ്ടിൽ എന്ത് കാണും, ഒരു പ്ലസ് ഇട്ടിട്ട് റെപ്രസെൻ്റ് ചെയ്യും അല്ലെ. ഇൻസ്ട്രക്ഷൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു പ്ലസ് ഉണ്ടെങ്കിൽ അതിനെ എന്താ പറയുക, എക്സ്റ്റെൻഡഡ് ഫോർമാറ്റിംഗ് എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളതൊക്കെയാണ് റീലൊക്കേഷനെ, അതിൻ്റെ വാല്യൂ ആണ് റീലൊക്കേഷൻ സമയത്ത് അത് അഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഈ ഒരു എക്സ്റ്റെൻഡഡ് ഫോർമാറ്റിംഗ് ചെയ്യുന്നിടത്ത് എന്ത് ചെയ്യണം, റീലൊക്കേഷൻ അല്ലെ മോഡിഫിക്കേഷൻ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, റീലൊക്കേറ്റ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് എന്ത് ചെയ്യണം, അങ്ങനെയുള്ള പാർട്ടുകളെ മോഡിഫൈ ചെയ്യണം. അപ്പം റിലേറ്റീവോ ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് ആണെങ്കിൽ നമുക്ക് മോഡിഫിക്കേഷൻ ആവശ്യമില്ല റീലൊക്കേഷൻ്റെ സമയത്ത്. പക്ഷേ എക്സ്റ്റെൻഡഡ് ഫോർമാറ്റിംഗ് ആണെങ്കിൽ അത് റീലൊക്കേഷൻ അത് അഫക്റ്റ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള പോർഷനിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, മോഡിഫൈ ചെയ്യേണ്ടത് റീലൊക്കേറ്റ് ചെയ്യുമ്പോൾ. പക്ഷേ SIC ആണെങ്കിൽ നമ്മൾ ഫോർമാറ്റ് 3, ഓക്കെ, ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് ആണ് നമ്മൾ പറഞ്ഞത്. അതിനകത്ത് ഫോർമാറ്റ് 3 ഉണ്ട്, ഫോർമാറ്റ് 4 ഉണ്ട്. അപ്പോൾ ഫോർമാറ്റ് 3 വിത്ത് അഡ്രസ് ഫീൽഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം, മോഡിഫൈ ചെയ്യണം. ഓക്കെ, അങ്ങനെയുള്ള കേസുകൾ എന്ത് ചെയ്യണം, മോഡിഫൈ ചെയ്യണം. ഓക്കെ, പിന്നെ SICക്കകത്ത് PC റിലേറ്റീവോ ബേസ് റിലേറ്റീവോ അഡ്രസ്സിംഗ് മോഡ് സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പം SIC ആണെങ്കിൽ ഫോർമാറ്റ് 3 വിത്ത് അഡ്രസ്സിംഗ് ഫീൽഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ മോഡിഫൈ ചെയ്യണം. ഓക്കെ, ഷുഡ് ബി മോഡിഫൈ ചെയ്യണം. പക്ഷേ SIC എന്ത് ചെയ്യുന്നില്ല, PC റിലേറ്റീവോ ബേസ് റിലേറ്റീവോ അഡ്രസ്സിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല. ലോഡേഴ്സ് തന്നെ നമ്മൾ റീലൊക്കേഷൻ നടത്തുകയാണ്. ഓക്കെ, ലോഡർ അലോ ചെയ്യുവാണ്, പ്രോഗ്രാം റീലൊക്കേഷന് വേണ്ടി ലോഡർ തന്നെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ലോഡേഴ്സിനെ നമ്മൾ റീലൊക്കേറ്റിംഗ് ലോഡേഴ്സ് ഓർ റിലേറ്റീവ് ലോഡേഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ പ്രോഗ്രാമിനെ റീലൊക്കേറ്റ് ചെയ്യുന്നത് ലോഡർ തന്നെ ആണെങ്കിൽ അങ്ങനെയുള്ള ലോഡേഴ്സിനാണ് എന്ന് പറയുന്നത് റീലൊക്കേറ്റിംഗ് ലോഡർ അല്ലെങ്കിൽ റിലേറ്റീവ് ലോഡർ എന്ന് പറയും. ഇങ്ങനെ നമ്മൾ പറഞ്ഞു, ഇങ്ങനെ പ്രോഗ്രാമിനെ റീലൊക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒബ്ജക്റ്റ് പ്രോഗ്രാമിൻ്റെ അകത്ത് തന്നെ നമുക്ക് സ്പെസിഫൈ ചെയ്തിരിക്കണം. അപ്പം
രണ്ട് മെത്തേഡിലാണ് ഇങ്ങനെ റീലൊക്കേഷൻ ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റ് പ്രോഗ്രാമിൻ്റെ അകത്ത് സ്പെസിഫൈ ചെയ്യുന്നത് രണ്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് റീലൊക്കേഷൻ പാർട്ടിനെ ഒബ്ജക്റ്റ് പ്രോഗ്രാമിൻ്റെ അകത്ത് സ്പെസിഫൈ ചെയ്യുന്നത്. ഒന്നെന്ന് പറഞ്ഞെങ്കിൽ മോഡിഫിക്കേഷൻ റെക്കോർഡും രണ്ടാമത്തേത് റീലൊക്കേഷൻ ബിറ്റുമാണ്. മോഡിഫിക്കേഷൻ റെക്കോർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് SIC/XCയുടെ കേസിലാണ് മോഡിഫിക്കേഷൻ റെക്കോർഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. റീലൊക്കേറ്റേഷൻ ബിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് SIC ആണെങ്കിലാണ് റീലൊക്കേഷൻ ബിറ്റ് യൂസ് ചെയ്യുന്നത്. മോഡിഫിക്കേഷൻ റെക്കോർഡ് എവിടേക്കാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ സ്മോൾ നമ്പർ ഓഫ് റീലൊക്കേഷനെ ആവശ്യമുള്ളൂ, വളരെ കുറച്ച് റീലൊക്കേഷൻ മാത്രമേ ഒരു ഒബ്ജക്റ്റ് പ്രോഗ്രാമിൻ്റെ അകത്ത് ആവശ്യമുള്ളെങ്കിൽ അങ്ങനെയുള്ള കേസുകളിലാണ് മോഡിഫിക്കേഷൻ റെക്കോർഡ് യൂസ് ചെയ്യുന്നത്. അതായത് കൂടുതലും നമ്മൾ റിലേറ്റീവോ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡോ ആണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മോഡിഫിക്കേഷൻ റെക്കോർഡാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു പ്രോഗ്രാമിൻ്റെ വളരെ കുറച്ച് പോർഷനിൽ മാത്രമേ നമുക്ക് മോഡിഫിക്കേഷൻ ആവശ്യമുള്ളൂ, അങ്ങനെയുള്ള കേസുകളാണ് മോഡിഫിക്കേഷൻ റെക്കോർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് എക്സ്റ്റെൻഡഡ് ഫോമാറ്റിംഗ്, ഓക്കെ, അങ്ങനെയുള്ള കേസ്, അതായത് പ്ലസ് യൂസ് ചെയ്യുക. എക്സ്റ്റെൻഡ് ഫോമാറ്റിംഗ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു പ്ലസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അത് പ്രോഗ്രാമിൻ്റെ വളരെ കുറച്ച് പോർഷനിലേ യൂസ് ചെയ്യുന്നുള്ളൂ, കൂടുതലും ഇമ്മീഡിയറ്റോ റിലേറ്റീവ് അഡ്രസ്സിങ്ങോ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്താ മോഡിഫിക്കേഷൻ റെക്കോർഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെന്ന് പറഞ്ഞെങ്കിൽ റീലൊക്കേഷൻ ബിറ്റാണ്. അപ്പോൾ റീലൊക്കേഷൻ ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് നമ്പർ ഓഫ് റീലൊക്കേഷൻ ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് ലാർജ് നമ്പർ ഓഫ് റീലൊക്കേഷൻ ആവശ്യമായിട്ടുണ്ടെങ്കിൽ അതിനെയാണ്, ആ ഒരു കേസുകളിലാണ് റീലൊക്കേഷൻ ബിറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. റീലൊക്കേഷൻ ബൈ മോഡിഫിക്കേഷൻ റെക്കോർഡ്, റീലൊക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എവിടേക്കാണ് മോഡിഫിക്കേഷൻ റെക്കോർഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ മോഡിഫിക്കേഷൻ റെക്കോർഡിൻ്റെ അകത്ത് നമ്മൾ പറയുന്നത് എവിടെ, ഏതൊരു പർട്ടിക്കുലർ മോഡിഫിക്കേഷൻ റെക്കോർഡിനകത്ത് നമ്മൾ പറയുന്നത് ഒബ്ജക്റ്റ് കോഡിൻ്റെ എവിടെയാണ് ആ പ്രോഗ്രാമിൻ്റെ അകത്ത് റീലൊക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ മോഡിഫിക്കേഷൻ റെക്കോർഡ് പഠിച്ചായിരുന്നു, നേരത്തെ പഠിച്ചിട്ടുണ്ട് പ്രീവിയസ്ലി. അവിടെ പറയുന്നത് എന്താണ്, ആ ഒബ്ജക്റ്റ് കോഡിൻ്റെ എവിടെയാണ് ആ റീലൊക്കേഷൻ പെർഫോം ചെയ്യേണ്ടത്, അവിടെ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അങ്ങനെയുള്ള പോർഷനിൽ മാത്രം എന്ത് ചെയ്യുക, റീലൊക്കേറ്റ് ചെയ്യുക. അത് സാധാരണ എക്സ്റ്റെൻഡഡ് ഫോമാറ്റിംഗ്, അഡ്രസ്സിംഗ് മോഡ് ഏതാണ്, എക്സ്റ്റെൻഡഡ് ഫോമാറ്റിംഗ് ഉപയോഗിക്കുന്നിടത്താണ് നമ്മൾ മോഡിഫിക്കേഷൻ റെക്കോർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ആ പർട്ടിക്കുലർ ഐറ്റത്തിനെ മാത്രമേ എന്ത് പറ്റത്തുള്ളൂ, റീലൊക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ആ പർട്ടിക്കുലർ എക്സാമ്പിൾ മാത്രമേ ഇതൊരു എഫക്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ഈ പ്രോഗ്രാമിനെയാണ് റീലൊക്കേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ സ്റ്റാർട്ടിങ് അഡ്രസ് ഇവിടെ 0 എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതിനെ എനിക്ക് 3000 കൊണ്ടുവെക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത് ഓക്കെ റിലേറ്റീവ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പം ഇവിടെ എക്സ്റ്റെൻഡഡ് ഫോമാറ്റിംഗ് ഉള്ളിടത്ത് മാത്രം ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എക്സ്റ്റെൻഡഡ് ഫോമാറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ പ്ലസ് ഫ്രണ്ടിൽ വരുന്നതാണ് എക്സ്റ്റെൻഡഡ് ഫോമാറ്റിംഗ്. അപ്പോൾ ഈ ഒരു റെഡ് ലൈൻ വരച്ചേക്കുന്നത് ഒക്കെയാണ് എക്സ്റ്റെൻഡഡ് ഫോമാറ്റിംഗ് അല്ലെങ്കിൽ റീലൊക്കേഷൻ ആവശ്യമായിട്ടുള്ള പ്ലേസുകൾ എന്ന് പറഞ്ഞാൽ. ബാക്കിയുള്ളിടത്തൊന്നും റീലൊക്കേഷൻ വേണ്ട. നോക്കിക്കേ, നമ്മൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് 0 ഇരുന്നത്, ഇത് 3000 കൊണ്ട് വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാലും അത് 3000 കൊണ്ട് വെച്ചാൽ മതി. ഇവിടെ STL RETADR എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ STL RETADR എൻ്റെ അഡ്രസ്സ് കൊണ്ട് വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേസുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ചസ് വരത്തില്ല. ഓക്കെ, ഈ ഒരു SIC/XCയുടെ കേസുകളിൽ ഇവിടെ ഒന്നും ചേഞ്ച് വരില്ല. ചേഞ്ച് വരുന്ന എവിടെയുള്ളൂ, ഈ പ്ലസ് ഇട്ടിരിക്കുന്ന എക്സ്റ്റെൻഡഡ് ഫോമാറ്റിലേ അത് ചേഞ്ച് വരത്തുള്ളൂ. അപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പം ഈ ഒരു ഇൻസ്ട്രക്ഷനെ 3000 കൊണ്ട് വെക്കാൻ പറയും, ഇത് 3000 കൊണ്ട് വെക്കും. അടുത്തതിനെ 3003 കൊണ്ട് വെക്കും. അടുത്തതിനെ ഇതിനെ കൊണ്ടുപോയി 3006 കൊണ്ട് വെക്കും.
ഓക്കെ, ഇതിനെ 00A കൊണ്ടുവെക്കും. അപ്പം ഇതിനെ മാത്രം കൊണ്ടുപോയി 0 നമുക്ക് ചേഞ്ച് വരും. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ ഇടത്തെ അഡ്രസ്സ് മാത്രം നമുക്ക് ചേഞ്ച് വരും. എക്സ്റ്റൻഡ് ഫോമാറ്റിങ്ങിൻ്റെ അവിടെ ഈ ഒരു ഒബ്ജക്റ്റ് കോഡ് എഴുതാൻ പറ്റില്ല. ഓക്കെ, ഒബ്ജക്റ്റ് കോഡാണല്ലോ നമ്മൾ കൊണ്ടുവെക്കുന്നത്. അപ്പം ഇവിടെ വെക്കുമ്പോഴത്തേന് നമുക്ക് ഈ ഒരു എക്സ്റ്റൻഡ് ഫോമാറ്റിങ്ങിൻ്റെ കേസിൽ മാത്രം ചേഞ്ച് വരും. കാരണം ആഡിറക്ക് എന്ന് പറഞ്ഞാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ആഡിറക്ക് എന്ന് പറയുന്നത് അഡ്രസ്സ് എടുത്ത് കഴിയുമ്പം ആഡിറക്കിൻ്റെത് ഇവിടെ ചേഞ്ച് ആവും. ഓക്കെ, നമ്മളിതൊരു വേറൊരു മെമ്മറിയിലേക്കാണ് കൊണ്ട് വെക്കുന്നത്. അപ്പോൾ അത് ഇവിടെ പറഞ്ഞു കഴിയുമ്പോഴത്തേന് എന്ത് വരും, ഈ ഒരു പർട്ടിക്കുലർ പോർഷനിൽ നമുക്കതിന് ചേഞ്ച് വരും. ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേന് ഇതിൻ്റെ നോക്കിക്കേ, ഇവിടെ ഒരു എക്സ്റ്റൻഡ് ഫോമാറ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആഡിറക്കിൻ്റെ അഡ്രസ്സാണ് നമ്മളിവിടെ പറഞ്ഞേക്കുന്നത്. അതിൻ്റെ അഡ്രസ്സ് നോക്കിക്കേ, ഇവിടെ എത്ര ആണെന്ന് കണ്ടോ, ഇവിടെ കൊടുത്തിരിക്കുന്നത് 1036 ആണ്. അപ്പം ഈ പ്രോഗ്രാമിനെ ഞാൻ പറഞ്ഞു 30,000ലേക്ക് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ആഡിറക്കിൻ്റെ അഡ്രസ്സ് എത്ര ആവും, 4036 ആവും. അപ്പം നമ്മൾ അവിടെ ചേഞ്ച് വരുത്തിയില്ല എന്നുണ്ടെങ്കിൽ, ആ അഡ്രസ്സ് ചേഞ്ച് വരുത്തിയില്ല എന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ അഡ്രസ്സിലോട്ടേ എന്ത് ചെയ്യത്തുള്ളൂ, ഈ ലോഡർ പോയിന്റ് ചെയ്യത്തുള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്കിവിടെ എന്ത് ചെയ്യണം, 1036 എന്നുള്ള പോർഷനിൽ എന്ത് ചെയ്യണം, 4036 എന്നാക്കി മാറ്റണം. അതുപോലെ തന്നെയാണ് WR-RECന്റെ കേസിൽ. അപ്പം WR-RECന്റെ ഇപ്പോഴത്തെ അഡ്രസ്സ് എന്ന് പറയുന്നത് 105D ആണ്. അപ്പം ഈ 105D എന്നുള്ളത് ഇനിയും പറ്റില്ല. 3000 നമ്മൾ ഇതിനെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇനിയും അതിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് 3000 + 105D ആവും. അപ്പം ഈ പർട്ടിക്കുലർ പോർഷനിൽ അതിൻ്റെ അഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അതായത് 405D എന്നാക്കി മാറ്റണം. അപ്പം അത് ലോഡർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, മോഡിഫിക്കേഷൻ റെക്കോർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പം റീലൊക്കേറ്റബിൾ പ്രോഗ്രാമിൻ്റെ അകത്ത്, അതായത് ഒബ്ജക്റ്റ് കോഡിൻ്റെ അകത്ത് നമ്മൾ എവിടെയാണോ മോഡിഫിക്കേഷൻ വരുത്തേണ്ടത് അത് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റെക്കോർഡാണ് മോഡിഫിക്കേഷൻ റെക്കോർഡ്. അപ്പം നമുക്ക് റീലൊക്കേറ്റബിൾ ലോഡറിനകത്ത് മോഡിഫൈ ചെയ്യേണ്ടതിൻ്റെ ഇൻഫോർമേഷൻ പാസ് ചെയ്യണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന റെക്കോർഡാണ് മോഡിഫിക്കേഷൻ റെക്കോർഡ്. ആ മോഡിഫിക്കേഷൻ റെക്കോർഡിന് ഒരു ഫോമാറ്റ് ഉണ്ട്. ആദ്യം എം എന്ന് പറയുന്ന ഡിനോട്ട് ചെയ്യുന്ന മോഡിഫിക്കേഷൻ ആണ്. ഈ എക്സാമ്പിളിൻ്റെ അകത്ത് കണ്ടോ, എം എന്ന് പറയുന്ന മോഡിഫിക്കേഷൻ റെക്കോർഡ്. ഇനി സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ ഓഫ് ദ അഡ്രസ് ഫീൽഡ് ടു ബി മോഡിഫൈഡ്, എവിടെയാണ് നമുക്ക് മോഡിഫൈ ചെയ്യേണ്ടത്, അത് സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ തൊട്ടിട്ട് ആണ് നോക്കുന്നത്. അതിൻ്റെ എവിടെയാണ് മോഡിഫൈ ചെയ്യേണ്ടത്, ആ മോഡിഫൈ ചെയ്യേണ്ട പോർഷൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത്, ആ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. ഏത് പോർഷനിലാണ് നമുക്ക് മോഡിഫിക്കേഷൻ വരുത്തേണ്ടത് അതാണ്, അതിൻ്റെ സ്റ്റാർട്ടിംഗ് ലൊക്കേഷനാണ് കൊടുക്കേണ്ടത്. അത് ഹെക്സാഡെസിമൽ ഫോമാറ്റ് വേണം കൊടുക്കാൻ. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. കേട്ടോ, 7 എന്ന് പറയുന്ന മെമ്മറിയിൽ ലൊക്കേഷനിൽ വേണം ചേഞ്ച് വരുത്താനായിട്ട്. നെക്സ്റ്റ് 8 to 9 അകത്ത് പറയുന്നത് ലെങ്ത് ഓഫ് ദ അഡ്രസ് ഫീൽഡ് ടു ബി മോഡിഫൈഡ് ഇൻ ഹാഫ് ബൈറ്റ്സ്. എവിടെയാണോ നമുക്ക് മോഡിഫൈ ചെയ്യേണ്ടത് അതിൻ്റെ ഹാഫ് ബൈറ്റ്സിലുള്ള ഇൻഫോർമേഷൻസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് 05. ഇതൊരു ഒബ്ജക്റ്റ് പ്രോഗ്രാമാണ് വെച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരു ഒബ്ജക്റ്റ് പ്രോഗ്രാം ആണെങ്കിൽ, ഒബ്ജക്റ്റ് കോഡ് ആണെങ്കിൽ ഇതിന് എന്ത് വേണം, ഹെഡർ റെക്കോർഡ്, H എന്ന് പറഞ്ഞ ഹെഡർ റെക്കോർഡാണ് ആദ്യം വരുന്നത്. അത് പിന്നെ ഇപ്പോൾ പ്രോഗ്രാമിൻ്റെ നെയിം, സ്റ്റാർട്ടിങ് അഡ്രസ്സ്, ദെൻ ടോട്ടൽ ലെങ്ത് ഓഫ് ദ പ്രോഗ്രാം, ഇത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ടെക്സ്റ്റ് റെക്കോർഡാണ്. അപ്പോൾ ഈ ടെക്സ്റ്റ് റെക്കോർഡിൻ്റെ അകത്ത് ഈ പർട്ടിക്കുലർ ടെക്സ്റ്റ് റെക്കോർഡിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ്, ഈ ടെക്സ്റ്റ് റെക്കോർഡിൻ്റെ ലെങ്ത്, പിന്നെ ഓരോ ഒബ്ജക്റ്റ് കോഡുകളും എഴുതി പോയേക്കുവാണ്. അങ്ങനെ ഈ ടെക്സ്റ്റ് റെക്കോർഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയാണ് ഇവിടെ മോഡിഫിക്കേഷൻ റെക്കോർഡ് നമ്മൾ കൊടുക്കുന്നത്. ഇതുണ്ട്, മോഡിഫിക്കേഷൻ റെക്കോർഡിൻ്റെ അവിടെ M എന്ന് കാണും. അപ്പോൾ ഈ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള എക്സാമ്പിളിൻ്റെ അകത്ത് 3 എക്സ്റ്റൻഡ് ഫോമാറ്റിംഗ് യൂസ് ചെയ്തിരുന്നത്. അപ്പൊ 3 ഇവിടെ മോഡിഫിക്കേഷൻ റെക്കോർഡാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ പറയുമ്പോഴത്തേക്ക് ഇതുണ്ട്, ഇവിടെയാണ് നമുക്ക് മോഡിഫിക്കേഷൻ വരേണ്ടത്. ഒരു മോഡിഫിക്കേഷൻ ഇവിടെയാണ് നമുക്ക് വരേണ്ടത്. അപ്പൊ നോക്കുക, ഇതിന്റെ അഡ്രസ്സാണ് JSUBന്റെ ഒബ്ജക്റ്റ് കോഡാണ് ഏത് വന്നിരിക്കുന്നത്, LB 4B എന്ന് പറഞ്ഞിരിക്കുന്നത് JSUBന്റെ.
അപ്പോൾ 4B അകത്ത് ചേഞ്ച് ഒന്നും വരുത്തണ്ട. പിന്നെ ബാക്കി എവിടെ ഈ ഒരു പോർഷനിലാണ് നമുക്ക് ചേഞ്ചസ് വരുത്തേണ്ടത്. ഓക്കെ, അപ്പം ആദ്യത്തേതിൻ്റെ അകത്ത്, അതായത് ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പം 006ൻ്റെ അകത്ത് 6 എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷൻ്റെ അകത്ത് 4B ആണ് സ്റ്റോർ ചെയ്യുന്നത്. 7ൻ്റെ അകത്ത് 10, 8ൻ്റെ അകത്ത് 10, 9ൻ്റെ അകത്ത് 36, പിന്നെ എ ആണ് വരുന്നത്. എ വരുമ്പോഴത്തേന് 03. ഇങ്ങനെയാണ് ഇത് സ്റ്റോർ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 4Bക്ക് അകത്ത് ചേഞ്ച് ഒന്നുമില്ല. എന്താണ് ഒബ്ജക്റ്റ് കോഡാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഒബ്ജക്റ്റ് കോഡിൻ്റെ അകത്ത് ഇത് ഓപ്പ് കോഡിൻ്റെ മെഷീൻ ഇക്വലന്റ് ഫോമാണ്. ഓക്കെ, ഓപ്പ് കോഡിന് ഇവിടെ ചേഞ്ച് ഒന്നും ഇല്ല. ഓപ്പ് കോഡിന് ഇവിടെ ചേഞ്ച് ഒന്നുമില്ല. ബാക്കി എവിടെയാണ് ഈ പോർഷനിലാണ് നമുക്ക് ചേഞ്ച് വരുത്തേണ്ടത്. അപ്പം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതാണ് സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ, എവിടെയാണോ ചേഞ്ച് വരുത്തേണ്ടത് അതിൻ്റെ സ്റ്റാർട്ടിംഗ് ലൊക്കേഷനാണ് നമ്മൾ പറയേണ്ടത്. അപ്പം 6ൻ്റെ അവിടെ ചേഞ്ച് ഒന്നുമില്ല, കാരണം ഈ 4B സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് 6ലാണ്. അപ്പം ചേഞ്ച് വരുത്തേണ്ടത് എവിടെയാണ്? 7 തൊട്ടിട്ടാണ് ചേഞ്ച് വരുത്തേണ്ടത്. ഓക്കെ, കാണിച്ചിരിക്കുന്നത് കണ്ടോ 7 എവിടെയാണോ മോഡിഫിക്കേഷൻ വരുത്തേണ്ടത് അതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്. പിന്നെ ഏതാണ് 5 എന്ന് പറഞ്ഞെങ്കിൽ എന്താണ് പറഞ്ഞത്? എവിടെ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് എവിടാണോ ചേഞ്ച് വരുത്തേണ്ടത്, എത്ര ബൈറ്റാണോ ചേഞ്ച് വരുത്തേണ്ടത് അതിൻ്റെ ലെങ്ത് ആണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഹാഫ് ബൈറ്റ് വേണം സ്പെസിഫൈ ചെയ്യാൻ. അതാണ് 05. 5 പ്ലേസസിലാണ് നമുക്ക് ചേഞ്ച് വരുത്തേണ്ടത്. പിന്നെ നമുക്കിവിടെ പറഞ്ഞേക്കുന്നത് കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സാണ്. അതിനെ റിലേറ്റ് ചെയ്തിട്ട് കോപ്പി എങ്ങോട്ടാണോ മാറ്റുന്നത് ആ അഡ്രസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ മോഡിഫിക്കേഷൻ റെക്കോർഡ് മാറ്റേണ്ടത്. അപ്പം കോപ്പിയുടെ എങ്ങോട്ടാണോ കോപ്പി എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമിനെ റിലേറ്റ് ചെയ്തിട്ട് വേണം ഈ മോഡിഫിക്കേഷൻ റെക്കോർഡിനെ ചേഞ്ച് ചെയ്യാനായിട്ട്. കണ്ടോ, അടുത്ത എക്സാമ്പിൾ നോക്കി M14 എന്നാണ് കൊടുത്തത്. നിങ്ങൾ നോക്കുക, ഇത് കണ്ടോ, ഇവിടാണ് ചേഞ്ച് വരുത്തേണ്ടത്. ഓക്കെ, അപ്പം ഇവിടെ 4B എന്ന് പറഞ്ഞിടത്ത് ചേഞ്ച് ഇല്ല. 13 കഴിഞ്ഞിട്ട് എവിടെയാണ് ചേഞ്ച് മോഡിഫിക്കേഷൻ വരുത്തേണ്ടത്? 14 തൊട്ടിട്ട്. ഓക്കെ, 14 തൊട്ടിട്ട് എത്ര ഹാഫ് ബൈറ്റ് വരെയാണ്? 5. കണ്ടോ, ഇപ്പം നെക്സ്റ്റ് ഇതിൻ്റെ അകത്ത് 14 തൊട്ടിട്ട് ഹാഫ് ബൈറ്റ് ഇത്രയും കൊടുക്കണം. പിന്നെ ഏത് പ്രോഗ്രാമാണ്? കോപ്പി എന്ന് പറഞ്ഞുള്ളതാണ് പ്രോഗ്രാമിൻ്റെ നെയിം. അവിടെ തൊട്ടിട്ടാണ് നമുക്കിനി ചേഞ്ച് വരുത്തേണ്ടത്. ഇത് അൽഗോരിതമാണ്, റീലൊക്കേഷൻ ലോഡറിൻ്റെ അൽഗോരിതമാണിത്. അപ്പം നമുക്കിവിടെ സ്റ്റാർട്ടിങ് നോക്കിക്കേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് ഗെറ്റ് പ്രോഗ്രാം അഡ്രസ് ഫ്രം OS എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇതൊരു മൾട്ടി പ്രോഗ്രാംഡ് സിസ്റ്റം ആയതുകൊണ്ട് OSനെ ഓരോന്നിൻ്റെയും എവിടെയാണ് അഡ്രസ്സ് എന്നുള്ളത് അറിയുന്നത് OSന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പം OSൽ നിന്ന് എന്ത് എടുക്കും? പ്രോഗ്രാം, ഇപ്പോഴത്തെ കറണ്ട് പ്രോഗ്രാമിൻ്റെ അഡ്രസ്സ് എടുക്കും. അത് പ്രോഗ്രാം അഡ്രസ്സിൻ്റെ അകത്തുണ്ട്. ഓക്കെ, ആദ്യം നമ്മളിപ്പം ഒരു ഒബ്ജക്റ്റ് കോഡ് എഴുതുമ്പം ആദ്യം നമ്മൾ ഹെഡർ റെക്കോർഡാണ് എഴുതുന്നത്. പിന്നെ ടെക്സ്റ്റ് റെക്കോർഡ്, മോഡിഫിക്കേഷൻ റെക്കോർഡ്, പിന്നെ എൻഡ് റെക്കോർഡ്. ഈ ഒരു ഓർഡറിലാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, ആദ്യം ഹെഡർ, പിന്നെ ടെക്സ്റ്റ്, മോഡിഫിക്കേഷൻ, എൻഡ്. അപ്പം നമ്മൾ നോക്കി വൈൽ നോട്ട് എൻഡ് ഓഫ് ഇൻപുട്ട്, എൻഡ് ആകുന്നത് വരെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം എൻഡ് ആയോ എൻഡ് അല്ലല്ലോ എന്ന് നോക്കും. വൈൽ നോട്ട് എൻഡ് ഓഫ് ഇൻപുട്ട്. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന ഒബ്ജക്റ്റ് കോഡിൻ്റെ എൻഡ് ആണോ എന്ന് നോക്കും. എൻഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യുക? റീഡ് നെക്സ്റ്റ് ഇൻപുട്ട് റെക്കോർഡ്. അടുത്ത ഇൻപുട്ട് റെക്കോർഡ് ആദ്യത്തെ ലൈന് നോക്കും. ആദ്യത്തെ ലൈൻ എന്ന് പറയുന്നത് എന്താണ്? ഹെഡർ റെക്കോർഡാണ്. വൈൽ റെക്കോർഡ് ടൈപ്പ് നോട്ട് ഈക്വൽ ടു ഇ എന്ന് പറഞ്ഞെങ്കിൽ എൻഡ് റെക്കോർഡിനെ ഡിനോട്ട് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ റെക്കോർഡിൻ്റെ ടൈപ്പ് അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? റീഡ് നെക്സ്റ്റ് ഇൻപുട്ട് റെക്കോർഡ്. ഓക്കെ, ആദ്യം ഈ റീഡ് നെക്സ്റ്റ് ഇൻപുട്ട് റെക്കോർഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഹെഡറാണ് റീഡ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് എൻഡ് വരെയാണ് നമുക്കിനി ഇത് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടത്. അപ്പം അടുത്ത ഇൻപുട്ട് നോക്കി, ഇൻപുട്ട് റെക്കോർഡ് റീഡ് ചെയ്യുമ്പോഴത്തേന് അത് നമുക്ക് T ആണ് നമുക്ക് കിട്ടേണ്ടത്. ടെക്സ്റ്റ് റെക്കോർഡാണ്. വൈൽ റെക്കോർഡ് ടൈപ്പ് ഈസ് ഈക്വൽ ടു T. ഓക്കെ, T ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മൂവ് ഒബ്ജക്റ്റ് കോഡ് ഫ്രം റെക്കോർഡ് ടു ലൊക്കേഷൻ. പ്രോഗ്രാമിൻ്റെ അഡ്രസ് എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രോഗ്രാമിൻ്റെ അഡ്രസ് പ്ലസ് സ്പെസിഫൈഡ് അഡ്രസ് ആണ്.
അതായത് ഇപ്പോൾ 3000-ലാണ് നമുക്ക് മോഡിഫൈ ചെയ്തിട്ടുള്ള റെക്കോർഡ്, റീലൊക്കേറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ് നമുക്ക് വെക്കേണ്ടത് 3000-ലാണെങ്കിൽ ഇപ്പോഴത്തെ പ്രോഗ്രാമിൻ്റെ അഡ്രസ്, ഓക്കെ, പ്രോഗ്രാം അഡ്രസ്, ആ പർട്ടിക്കുലർ ലൈനിൻ്റെ അഡ്രസ് പ്ലസ് സ്പെസിഫൈഡ് അഡ്രസ്, ഓക്കെ. ഇപ്പോൾ 3000 ആണെങ്കിൽ ആ 3000 എന്ന് പറഞ്ഞ അഡ്രസ്സും കൂടി എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. നമ്മൾ നേരത്തെ എക്സാമ്പിളിൻ്റെ അകത്ത് പറഞ്ഞു, ഇപ്പോൾ 0-ലാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ 0 + 3000. അടുത്ത ഇൻസ്ട്രക്ഷൻ കിടക്കുന്നത് 3-ലാണെങ്കിൽ 3 + 3000, ഓക്കെ. അപ്പോൾ T ആണെങ്കിൽ അവിടെ ചേഞ്ച് ഒന്നും വരുത്തേണ്ട കാര്യമില്ല. ആ സ്പെസിഫൈ ആ പ്രോഗ്രാമിൻ്റെ അഡ്രസ്സിൻ്റെ കൂടെ എന്ത് ചെയ്യുക, എവിടോട്ടാണോ ഏത് മെമ്മറിയിലോട്ടാണോ നമ്മൾ വെക്കാൻ പറഞ്ഞേക്കുന്നത് ആ സ്പെസിഫൈഡ് അഡ്രസ്സ് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക, ഓക്കെ. അങ്ങനെ ഈ ടെക്സ്റ്റ് റെക്കോർഡ് ഫുൾ ഇവിടെ വൈൽ ലൂപ്പിൻ്റെ അകത്ത് കണ്ടോ, വൈൽ റെക്കോർഡ് ടൈപ്പ് = T ആണെങ്കിൽ ടെക്സ്റ്റ് റെക്കോർഡ് മുഴുവൻ ഇവിടെ വെച്ച് ഇത് കണ്ടിന്യൂ ചെയ്ത് വൈൽ ലൂപ്പ് ആയതുകൊണ്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് മോഡിഫിക്കേഷനാണ്. മോഡിഫിക്കേഷൻ റെക്കോർഡ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ് പറയുന്നത്, വൈൽ റെക്കോർഡ് ടൈപ്പ് = M ആണെങ്കിൽ ആഡ് പ്രോഗ്രാം അഡ്രസ് അറ്റ് ദ ലൊക്കേഷൻ, അതായത് പ്രോഗ്രാം ആ പർട്ടിക്കുലർ അഡ്രസ്സ് എവിടാണോ കിടക്കുന്നത് ആ അഡ്രസ്സ്, പ്രോഗ്രാം അഡ്രസ് പ്ലസ് സ്പെസിഫൈഡ് അഡ്രസ്, പ്രോഗ്രാമിൻ്റെ അഡ്രസ്സ് എടുക്കുക, ഓക്കെ. പ്രോഗ്രാം എവിടാണോ ആ കിടക്കുന്നതിൻ്റെ അഡ്രസ്സ് എടുക്കുക പ്ലസ് സ്പെസിഫൈഡ് അഡ്രസ്സാണ് ഇവിടെ നമുക്ക് മോഡിഫിക്കേഷൻ റെക്കോർഡ് ആണെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേന് നമ്മൾ നേരത്തെ അൽഗോരിതത്തിനകത്ത് ഇവിടെ ഫോർ എക്സാമ്പിൾ ടിയുടെ കേസുകളിൽ ഒരു പ്രശ്നമില്ല, അതുപോലെ തന്നെ വരും, ഓക്കെ. ഇതിൻ്റെ കൂടെ ഇപ്പം 3000 ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഇതിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി, ആ പ്രോഗ്രാമിൻ്റെ അഡ്രസ്സ് 3000 എന്നുള്ളത് ആഡ് ചെയ്ത് പോയാൽ മതി. പക്ഷേ മോഡിഫിക്കേഷൻ റെക്കോർഡ് വരുമ്പോഴത്തേനാണ് പ്രശ്നം. ആ മോഡിഫിക്കേഷൻ റെക്കോർഡ് വരുമ്പം ഈ 7 എന്ന് പറഞ്ഞിട്ടുള്ള അഡ്രസ്സിൽ, അതായത് 7 എന്ന് പറഞ്ഞ അഡ്രസ്സിൽ എന്ത് ചെയ്യണം, 5 പ്ലേസസിൽ ഈ കോപ്പിയുടെ ഇപ്പം എവിടാണോ ചേഞ്ച് ആയേക്കുന്നത് ആ ചേഞ്ച് ആയേക്കുന്നത് ഇപ്പം 3000 ആണ് ചേഞ്ച് ആകുന്നത്, 3000-ലേക്കാണ് കൊണ്ട് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ 7 എന്ന് പറഞ്ഞിട്ടുള്ള അഡ്രസ്സിൽ വരുമ്പോൾ ഈ പർട്ടിക്കുലർ ഇവിടെ വരുമ്പം ഇതിപ്പം 1 2 3 4 5 6 7 ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ പോർഷനിൽ വരുമ്പോഴത്തേന് എന്ത് ചെയ്യണം, ഈ ഒരു അഡ്രസ്സ്, ഇതിൻ്റെ അഡ്രസ്സ് 4000 എന്നുള്ളത്, സ്റ്റാർട്ടിങ് അഡ്രസ്സ് ഇപ്പോൾ കോപ്പി എടുത്ത് 4000 ആണെങ്കിൽ 4000 എന്ന് പറയുന്നത് ഇവിടെ ആഡ് ചെയ്യണം, ഓക്കെ. ഈ 5 പ്ലേസസിൽ 1 2 3 4 5 ഈ 5 പ്ലേസസിൽ എന്ത് ചെയ്യണം, 4000 എന്നുള്ളത് ആഡ് ചെയ്യണം. അപ്പം നമുക്ക് ഇവിടുത്തെ അഡ്രസ്സ് 5036, ഇപ്പോൾ കോപ്പി 4000-ലേക്കാണ് നമ്മൾ കൊണ്ടുവെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫുൾ പ്രോഗ്രാം, ഇത് കോപ്പി എന്ന് പറഞ്ഞാണ് ഈ പ്രോഗ്രാമിൻ്റെ നെയിം, അതിനെ നമ്മൾ 4000-ലാണ് കൊണ്ടുവെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ പോർഷൻ 7 എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇതിൻ്റെ അഡ്രസ്സ്, സ്റ്റാർട്ടിങ് അഡ്രസ്സിലാണ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്, അതിന് 5 ബിറ്റാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പോർഷനിൽ എന്ത് ചെയ്യണം, നമുക്ക് ആ കോപ്പി എവിടോട്ടാണോ കൊണ്ടുവച്ചത് അതിൻ്റെ അഡ്രസ്സ് അതിന് ആഡ് ചെയ്യണം. ഇപ്പോൾ 4000-ലേക്കാണ് ഈ പ്രോഗ്രാമിനെ കൊണ്ട് ലോഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഇതിൻ്റെ കൂടെ ഈ 5 പ്ലേസസിൽ 4000-നെ ആഡ് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും, 5036. അതുപോലെ ഈ മെമ്മറിയുടെ 14 ആണ് സ്റ്റാർട്ടിങ് അഡ്രസ്സ്, അവിടെ എന്ത് ചെയ്യണം, ഈ 5 പ്ലേസസിൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ് 4000 എന്നുള്ള ആഡ് ചെയ്യണം. അതുപോലെ 27 അതാണ് പറഞ്ഞിരിക്കുന്നത്, ആഡ് പ്രോഗ്രാം അഡ്രസ് അറ്റ് ദ ലൊക്കേഷൻ. ആ പർട്ടിക്കുലർ ലൊക്കേഷനിൽ ചെന്നിട്ട് പ്രോഗ്രാമിൻ്റെ അഡ്രസ്സിൻ്റെ കൂടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന അഡ്രസ്സും കൂടെ മാറ്റി കൊടുക്കണം. M ആണ് വന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പ്രോഗ്രാമിൻ്റെ അഡ്രസ്സിൻ്റെ കൂടെ സ്പെസിഫൈഡ് അഡ്രസ്സും കൂടെ മാറ്റണം. അങ്ങനെ എത്ര മോഡിഫിക്കേഷൻ റെക്കോർഡുണ്ടോ അത്രയും ഇത് ചെയ്യണം, അത്രയും പ്രാവശ്യം ഇത് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എൻഡ് ആയി കഴിയുമ്പോൾ വൈൽ റെക്കോർഡ് ടൈപ്പ് എൻഡ് ആണോ നോക്കുക, എൻഡ് ആണെങ്കിൽ ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാം, ഓക്കെ. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പം ഈ റീലൊക്കേഷൻ ഫോർ മോഡിഫിക്കേഷൻ റെക്കോർഡ് ആണെങ്കിൽ കൺവീനിയൻ്റ് ആകുന്നത് വളരെ കുറച്ച്, നമ്മൾ നേരത്തെ പറഞ്ഞു ചെറിയ മോഡിഫിക്കേഷൻസ്, ഒരു ഒബ്ജക്റ്റ് കോഡിൻ്റെ അകത്ത് വളരെ കുറച്ച് മോഡിഫിക്കേഷൻസ് ഉള്ളൂ എന്നുണ്ടെങ്കിലാണ് മോഡിഫിക്കേഷൻ റെക്കോർഡ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അത് എല്ലാ മെഷീൻ്റെ അകത്തും ആർക്കിടെക്ചറിൻ്റെ അകത്തും സ്യൂട്ടബിൾ ആയിരിക്കത്തില്ല. ഇപ്പോൾ SIC മെഷീൻ ആണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ, അത് സ്യൂട്ടബിൾ അല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചെങ്കിൽ ഓക്കെ,
ഇതിൻ്റെ അകത്ത് ഒത്തിരി മോഡിഫിക്കേഷൻസ് ആവശ്യമായിട്ട് കാണും. ഓക്കെ, ഇതിൻ്റെ അകത്ത് കൂടുതലും ഡയറക്റ്റ് അഡ്രസ്സിങ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. റിലേറ്റീവോ ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ്ങോ ആയിരിക്കത്തില്ല ഈ SICക്കകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മോസ്റ്റ് ഇൻസ്ട്രക്ഷൻ യൂസ് ഡയറക്റ്റ് അഡ്രസ്സിങ് ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ കൂടുതലായിട്ടുള്ള മോഡിഫിക്കേഷൻസ് ആവശ്യമായിട്ട് വരും. ഓക്കെ, ആ കേസുകളിൽ ഈ മോഡിഫിക്കേഷൻ റെക്കോർഡ് ഓരോന്നിൻ്റെയും എടുത്ത് എഴുതുക എന്ന് പറഞ്ഞെങ്കിൽ അത് പ്രാക്ടിക്കൽ അല്ല. ഓക്കെ, അപ്പം മോസ്റ്റ് ഓഫ് ദി ഇൻസ്ട്രക്ഷൻസ് നമ്മൾ മോഡിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓരോ ഇൻസ്ട്രക്ഷൻ്റെയും നമുക്ക് മോഡിഫിക്കേഷൻ എഴുതേണ്ടതായിട്ടുള്ള ആവശ്യം വരും. അപ്പോൾ ആ കേസുകളിൽ ഇത് സ്യൂട്ടബിൾ അല്ല. SIC മെഷീൻ്റെ കേസുകളിൽ മോഡിഫിക്കേഷൻ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സ്യൂട്ടബിൾ അല്ല. ഇതൊരു SIC പ്രോഗ്രാമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ടോ കൂടുതലും നമ്മൾ ഡയറക്റ്റ് അഡ്രസ്സിങ് ആണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ലൈൻ എടുത്തു കഴിഞ്ഞാൽ ലൈൻ നമ്പർ 10 എടുത്താലും നോക്കി ഫസ്റ്റ് STL RETADR. അപ്പം ആദ്യം നമ്മളിത് ഒബ്ജക്റ്റ് കോഡ് എഴുതുമ്പം ഇവിടെ STLൻ്റെ അഡ്രസ്സ് എഴുതി 14 എന്ന്, പിന്നെ RETADRൻ്റെ ഈ ഒരു ഓപ്പറൻറ്റിൻ്റെ അഡ്രസ്സാണ് എഴുതേണ്ടത്. അപ്പോൾ RETADR എവിടെ കിടക്കുന്നത് നോക്കും, അതിൻ്റെ അഡ്രസ്സ് 003 അതാണ് ഇവിടെ എഴുതി വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പ്രോഗ്രാം റീലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ RETADRൻ്റെ അഡ്രസ്സും മാറും. ഓക്കെ, അടുത്തത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇതുണ്ടോ JSUBൻ്റെ ആണ് ഈ 48, പിന്നെ RDRECൻ്റെ ആണ് എഴുതേണ്ടത്. അപ്പോൾ RDRECൻ്റെ നോക്കിക്കഴിയുമ്പം അതിൻ്റെ അഡ്രസ്സാണ് 1039 എന്ന് പറയുന്നത്. അപ്പം ഈ അടുത്തത് ലെങ്ത് എടുത്ത് കഴിഞ്ഞാലും നോക്കിക്കേ LDAയുടെ ആണ് നമ്മുടെ 0 വന്നു, ലെങ്ത് എവിടെയാ കിടക്കുന്നത് 0036 കണ്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് മോസ്റ്റ് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് അഡ്രസ്സിങ് ആണ്. അപ്പോൾ ഈ പ്രോഗ്രാമിനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെമ്മറിയിൽ നിന്ന് വേറൊരു മെമ്മറി ലൊക്കേഷനിലേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏകദേശം എല്ലാം എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് മോഡിഫിക്കേഷൻ റെക്കോർഡായി യൂസ് ചെയ്യുന്നെങ്കിൽ ഓരോ ലൈനിൻ്റെയും മോഡിഫിക്കേഷൻ റെക്കോർഡ് എഴുതേണ്ടി വരും. അത് പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് റീലൊക്കേഷൻ ബിറ്റ് മെത്തേഡ് നമ്മൾ SIC മെഷീൻ്റെ അകത്താണ് ഈ റീലൊക്കേഷൻ ബിറ്റ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് മെഷീൻ്റെ അകത്ത് കൂടുതലും ഡയറക്റ്റ് അഡ്രസ്സിങ് ആണ് യൂസ് ചെയ്യുന്നത്, ആണെങ്കിലാണ് നമ്മൾ എന്താണ് റീലൊക്കേഷൻ ബിറ്റ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പ്രീവിയസ് എക്സാമ്പിളിൻ്റെ അകത്ത് കണ്ടു. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ഡയറക്റ്റ് അഡ്രസ്സിങ് ആണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലായിടത്തും മോഡിഫിക്കേഷൻസ് ആവശ്യമായിട്ട് വരും. അങ്ങനെയുള്ള കേസുകളിലാണ് നമ്മൾ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയാണ് റീലൊക്കേഷൻ ബിറ്റായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഓരോ ഇൻസ്ട്രക്ഷൻ്റെയും അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു റീലൊക്കേഷൻ ബിറ്റ് കാണും. ആ റീലൊക്കേഷൻ ബിറ്റ് ഓരോ ഇൻസ്ട്രക്ഷൻ്റെയും കൂടെ ഒരു റീലൊക്കേഷൻ ബിറ്റ് കാണും. ആ റീലൊക്കേഷൻ ബിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മോഡിഫൈ ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ്. അപ്പോൾ 1ഉം 0യുമായാണ് നമ്മൾ റീലൊക്കേഷൻ ബിറ്റായിട്ട് സാധാരണ യൂസ് ചെയ്യുന്നത്. 1 ആണെങ്കിൽ മോഡിഫിക്കേഷൻ വേണം, 0 ആണെങ്കിൽ മോഡിഫിക്കേഷൻ വേണ്ട എന്നുള്ളതാണ്. ഈ റീലൊക്കേഷൻ ബിറ്റ് നമ്മൾ ടെക്സ്റ്റ് റെക്കോർഡിൻ്റെ കൂടെയാണ് എഴുതുന്നത്. അതിനെ നമ്മൾ അങ്ങനെ എഴുതുന്നതിനെ നമ്മൾ ബിറ്റ് മാസ്ക് എന്ന് പറയും. ഓക്കെ, ഈ റീലൊക്കേഷൻ ബിറ്റിനെ നമ്മൾ ടെക്സ്റ്റ് റെക്കോർഡിൻ്റെ കൂടെയാണ് എഴുതുന്നത്. അതിനെ എന്ത് പറയും, ബിറ്റ് മാസ്ക് എന്ന് പറയും. ഇവിടെ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഒരു എക്സാമ്പിളിൻ്റെ അകത്ത് നമ്മൾ ഈ 1 ഇതുണ്ട് ഫസ്റ്റ് ഇതിൻ്റെ അകത്ത് എടുത്തേക്കുന്നത് ഇവിടെ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഇൻസ്ട്രക്ഷനും കൂടെ നമ്മൾ 1ഉം 0യും ആഡ് ചെയ്യുകയാണ്. ഒരു റീലൊക്കേഷൻ ബിറ്റാണ് ആഡ് ചെയ്യുന്നത്. 1 എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് റീലൊക്കേഷൻ ആവശ്യമുണ്ട് കണ്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു RETADRൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് 0033 ആണ്. അതൊരു വേറൊരു മെമ്മറിയിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ അഡ്രസ് ചേഞ്ച് ആവും. അപ്പോൾ അവിടെ മോഡിഫിക്കേഷൻസ് ആവശ്യമുണ്ട്. ഓക്കെ, ഇങ്ങനെ ഓരോന്നിൻ്റെയും നമുക്ക് ഈ 1 എന്ന് കൊടുത്തേക്കുന്നതിനകത്ത് മോഡിഫിക്കേഷൻസ് ആവശ്യമുണ്ട്. ഇവിടെ വരുമ്പം RSUB ആണ്. RSUBൻ്റെ അകത്ത് ഓപ്പറൻ്റ് ഒന്നുമില്ല, അപ്പം 4C മാത്രമേ ഉള്ളൂ. അവിടെ റീലൊക്കേഷൻ ഒന്നും ആവശ്യമില്ല. ഓക്കെ, അഡ്രസ് ചേഞ്ച് ആകുന്നില്ല, അതുകൊണ്ടാണ് നമ്മുടെ 0 എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. അതുപോലെ ഇവിടെയും അങ്ങനെ തന്നെയാണ്. ബൈറ്റ് എന്ന് പറയുന്നത് വേർഡ് എന്നൊക്കെ പറയുന്നത് ഓക്കെ, അതൊക്കെ എന്താണ് അസംബ്ലി ഡയറക്റ്റീവ്സ് ആണ്. അതിന് നമ്മൾ എന്തില്ല
ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇതിന് ഒന്നും മോഡിഫിക്കേഷൻ വരത്തില്ല. ഓക്കെ, അതുകൊണ്ടാണ് മോഡിഫിക്കേഷൻ വരികയില്ലാത്തതാണ് ഇവിടെ 0 കൊണ്ട് കൊടുത്തേക്കുന്നത്, അല്ലാത്തതാണ് 1 1 വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഒരു എക്സാമ്പിളിൻ്റെ അകത്ത് നോക്കി, ഇവിടെ നമ്മൾ ഈ ബിറ്റായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തായിരുന്നു. ആ ബിറ്റായിട്ട് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ 10 ബിറ്റ്, ഇവിടുത്തെ ഈ ബിറ്റില്ലേ, ഓക്കെ, ആ ബിറ്റ് നമ്മൾ ഓരോ ഇൻസ്ട്രക്ഷനും ബിറ്റ് ഇടണമെന്ന് പറഞ്ഞു. അതിൻ്റെ അകത്തെ 10 എണ്ണമാണ് എടുക്കേണ്ടത്. കണ്ടോ, 1 2 3 4 5 6 7 8 9 10 ഇതാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിൻ്റെ ഹെക്സാഡെസിമൽ റെപ്രസെൻറ്റേഷൻ ആണ് നമ്മൾ എടുക്കേണ്ടത്. 3 വേർഡാണ് നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നത്. ഓക്കെ, ബിറ്റ് മാസ്ക് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത്, നമ്മൾ ഓരോ ടെക്സ്റ്റിൻ്റെയും കൂടെ ഓരോ ബിറ്റ് മാസ്കുകൾ ആഡ് ചെയ്യും. ആ ബിറ്റ് മാസ്ക് ആയിട്ട് ആഡ് ചെയ്യുന്നത് 3 വേർഡ്സ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, 3 വേർഡ്സ്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ അകത്തു നിന്ന് 4 ബിറ്റാണ് എടുക്കുന്നത്. ഈ 4 ബിറ്റിന് ഈക്വലൻ്റ് ആയിട്ട് ഒരു ഹെക്സാഡെസിമൽ എന്ന് പറയുന്ന എഫ് ആണ്. ഓക്കെ, അതുപോലെ ഇതിൻ്റെ ഇവിടുത്തെ 4 ബിറ്റിൻ്റെ ഈക്വലൻ്റ് ആയിട്ട് എഫ് ആണ് വരുന്നത്. ഇവിടെ നമ്മൾ 4 ബിറ്റ് ഉണ്ട്, ഇതിനകത്ത് 2 ഇവിടെ ഉള്ളൂ, 10 എണ്ണം എടുക്കത്തുള്ളൂ, അതിൻ്റെ ബാക്കി 2 എണ്ണം 0 0 ആയി വരുന്നത്. അപ്പോൾ 1 1 0 0ക്ക് ഈക്വലൻ്റ് എന്ന് പറയുന്നത് സി ആണ്. അങ്ങനെയാണ് നമ്മളിത് ഇവിടുന്ന് എടുക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് FFC എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബിറ്റ് മാസ്ക് നമ്മൾ ഓരോ ടെക്സ്റ്റ് നമ്മൾ ഇവിടെ റീലൊക്കേഷൻ ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു 0യും 1ഉം ആണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ നേരത്തെ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് FFC ആണ് അവിടെ നിന്ന് എടുത്തത്. ആ FFC എന്ത് ചെയ്യും, ടെക്സ്റ്റ് റെക്കോർഡിൻ്റെ അകത്ത് സ്റ്റാർട്ടിങ് അഡ്രസ്സ് കൊടുത്തിട്ട് ലെങ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ മോഡിഫിക്കേഷൻ ബിറ്റ്, ഓക്കെ, ബിറ്റ് മാസ്ക് നമ്മൾ ആഡ് ചെയ്യും. കേട്ടോ, ബിറ്റ് മാസ്ക് ആണ് ഈ ആഡ് ചെയ്തേക്കുന്നത്. ഓരോ ടെക്സ്റ്റ് റെക്കോർഡിൻ്റെയും കൂടെ ബിറ്റ് മാസ്ക് ആഡ് ചെയ്യും. ഓക്കെ, അതാണ് പറഞ്ഞത്. ഇപ്പോൾ 0 ആണെങ്കിൽ മോഡിഫിക്കേഷൻ ആവശ്യമില്ല, 1 ആണെങ്കിൽ മോഡിഫിക്കേഷൻ ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഓരോ ഇൻസ്ട്രക്ഷനും കൂടെ നമ്മൾ കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഇത് T എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ടെക്സ്റ്റ് റെക്കോർഡാണ്, T എന്ന് കൊടുത്തു. പിന്നെ സ്റ്റാർട്ടിങ് അഡ്രസ് ലെങ്ത് കഴിഞ്ഞിട്ട് ഇതുണ്ടോ 10 to 12 റീലൊക്കേഷൻ ബിറ്റാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഈ ബൈറ്റ് 3 ബൈറ്റാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, 3 എണ്ണം. ഓക്കെ, ഇവിടുത്തെ FFC മേളത്തെ എക്സാമ്പിളത്തെ FFC ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ഇൻസ്ട്രക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ വരും, ബാക്കിയുള്ളത് 0s വരിക. അങ്ങനത്തെ 10 എണ്ണമാണ്, 10 ബിറ്റുകളാണ് നമ്മൾ എടുക്കുന്നത്. അതിനെ എന്ത് ചെയ്യും, അതിനെ 3 എണ്ണമാക്കി ഓരോ റീലൊക്കേഷൻ ബിറ്റ് എടുക്കുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഓരോ ബിറ്റ് മാസ്കിൻ്റെ അകത്തും 12 റീലൊക്കേഷൻ ബിറ്റാണ് എടുക്കേണ്ടത്, 12 ആണ് എടുക്കേണ്ടത്. പക്ഷെ ഒരു ടെക്സ്റ്റ് റെക്കോർഡിൽ ഓരോ ടെക്സ്റ്റ് റെക്കോർഡിലും 10 എണ്ണം വരെ കാണത്തുള്ളൂ. ഓക്കെ, 10 എണ്ണം ആയിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം ബാക്കിയുള്ളത് എടുക്കാനായിട്ട് കാണില്ല. ലെസ് ദാൻ 12 വേർഡ്സ് ഒരു റെക്കോർഡിൻ്റെ അകത്ത് കാണത്തുള്ളൂ. ഏകദേശം 10 ആണ് വരുന്നത്, 10 വേർഡ്സ് ആണ് വരിക. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യും, 10 ബിറ്റ് നമ്മൾ എടുക്കത്തുള്ളൂ. ബാക്കിയുള്ളത് എന്തായിട്ട് സെറ്റ് ചെയ്യും, 0 ആയിട്ട് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റീലൊക്കേഷൻ ബിറ്റ് എടുത്തു കഴിയുമ്പം 12 ആണ് നമുക്ക് എടുക്കേണ്ടത് റീലൊക്കേഷൻ ബിറ്റ്. ടെക്സ്റ്റ് റെക്കോർഡിൻ്റെ അകത്ത് അത്രയുമാണ് ആഡ് ചെയ്യേണ്ടത്. പക്ഷേ ഒരു ടെക്സ്റ്റ് റെക്കോർഡിൻ്റെ അകത്ത് ഓരോ ടെക്സ്റ്റ് റെക്കോർഡും എടുക്കുമ്പോൾ അതിനകത്ത് 12 എണ്ണത്തിൽ കുറവേ കാണത്തുള്ളൂ. ലെസ് ദാൻ 12 ആയിരിക്കും കാണുക. സാധാരണ 10 വേർഡാണ് നമ്മൾ എടുക്കുന്നത്. 10 വേർഡാണ് ഒരു ടെക്സ്റ്റ് റെക്കോർഡിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഈ 12 എടുക്കേണ്ടത് കൊണ്ട് 10 കഴിഞ്ഞിട്ട് 2 എണ്ണം എന്തായിട്ട് സെറ്റ് ചെയ്യും, 0 ആയിട്ട് നമ്മൾ. അതുകൊണ്ട് ഈ റീലൊക്കേഷൻ ബിറ്റ് മാസ്കുകൾ ഓരോ ടെക്സ്റ്റിൻ്റെയും കൂടെ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പം നമ്മളിവിടെ ചെയ്യേണ്ടത് ഈ മോഡിഫിക്കേഷൻ ചെയ്യുമ്പം ഈ 3 ബൈറ്റ് സെഗ്മെന്റും കൂടെ നമ്മൾ റീലൊക്കേറ്റ് ചെയ്ത് ഇതിനകത്ത് പറഞ്ഞതാണ് റീലൊക്കേഷൻ ലോഡേഴ്സിനെ കുറിച്ചാണ്. എങ്ങനെയാണ് റീലൊക്കേഷൻ പെർഫോം ചെയ്യുന്നത് രണ്ട് രീതി പറഞ്ഞു, മോഡിഫിക്കേഷൻ റെക്കോർഡും ബിറ്റ് മാസ്കും. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യുക. Thank you for watching this video. Thank you very much.